Hello dears, today we are going to discuss about overheads. We all of us know that what is overhead, we are already studied in the first chapter itself. Indirect expenses that cannot be allocated but can be apportioned to or absorbed by cost units or cost centers are known as overhead. നമുക്കറിയാവുന്നതാണ് ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അതിനെ നമുക്ക് ഓരോന്നിലേക്ക് മാത്രമായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അപ്പോർഷൻ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അബ്സോർബ് അത് കോസ്റ്റ് യൂണിറ്റിൻ്റെ ബേസിലോ കോസ്റ്റ് സെൻറ്റേഴ്സിൻ്റെ ബേസിലൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു CIMAയുടെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളത്. ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, അതിൻ്റെ ആ ഒരു സമ്മപ്പിനെയാണ് നമ്മൾ എന്താ ഓവർ ഹെഡ്സ് എന്നുള്ള ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. അതിനുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്കറിയാവുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റെൻറ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ, മെയിൻ്റനൻസ്, റിപ്പയേഴ്സ്, അതുപോലെ തന്നെ സൂപ്പർവിഷൻ ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, മാർക്കറ്റിംഗ് എക്സ്പെൻസസ്, ഫാക്ടറി ഓവർ ഹെഡ്സ്, ലൈറ്റിങ്, പ്രൈസിങ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ഇതെല്ലാം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മെത്തേഡ് ഓഫ് ഓവർ ഹെഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ബൈ ബിഹേവിയർ ഓഫ് എക്സ്പെൻസസ് ഉണ്ട്. 3 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതെല്ലാം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളാണ്. എന്നാലും ഞാൻ അതിൻ്റെ പോയിൻറ്റ്സ് പറയാം. ആസ് പെർ ഫംഗ്ഷൻ എന്ന് പറയുമ്പം അതിൽ തന്നെ ഉണ്ട് ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. അതായത് മാനുഫാക്ചറിങ് ഓവർ ഹെഡ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓവർ ഹെഡ്. ഇങ്ങനെയാണ് ഫംഗ്ഷൻ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു മെത്തേഡ് ഓഫ് ഓവർ ഹെഡ്സ് എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. 3 നമുക്ക് തരംതിരിക്കാം എന്ന് പറഞ്ഞു. ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ, എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ബൈ ബിഹേവിയർ ഓഫ് എക്സ്പെൻസസ്. 3 രീതിയിലാണ്. അതിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ ഒരു ഓർഗനൈസേഷനിലുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാണോ അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ഫംഗ്ഷൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ. ഇതിലും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോസ്റ്റിംഗ് പഠിച്ചപ്പം കോസ്റ്റിങ്ങിനെ എലമെൻറ്റ് വൈസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഇൻഡയറക്റ്റിൽ തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇവിടെ ഓവർ ഹെഡാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ഐറ്റത്തിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ക്ലാസിഫിക്കേഷൻ എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷനിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എടുക്കുന്നത്. അതേപോലെ തന്നെ അത് നിങ്ങൾക്ക് എന്താണെന്ന് ഓൾറെഡി അറിയാവുന്നതായിരിക്കും, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ്. ഇനി പറയുന്ന ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ വേരിയബിലിറ്റി, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. അതിലും നമ്മൾ പറഞ്ഞിട്ടുള്ള ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എന്താണ് ഫിക്സഡ് ഓവർ ഹെഡ്, എന്താണ് വേരിയബിൾ ഓവർ ഹെഡ്, എന്താണ് സെമി വേരിയബിൾ ഓവർ ഹെഡ് എന്നുള്ളത്. അതും ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. ഇനി അടുത്തത് പറയുന്നത് സ്റ്റെപ്സ് ഇൻ ഓവർ ഹെഡ് അക്കൗണ്ടിങ് ആണ്. ഓവർ ഹെഡ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓവർ ഹെഡ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് ഐറ്റമാണ് കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്സ്. ആ കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഈച്ച് ഐറ്റംസ് ഇൻ കോസ്റ്റ് in the records for the purpose of ascertainment of cost of each cost center or unit. അതായത് ഒരു കോസ്റ്റ് സെൻറ്ററിൻ്റെയോ കോസ്റ്റ് യൂണിറ്റിൻ്റെയോ സെപ്പറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു റെക്കോർഡിംഗ് പ്രോസസ്സ്, അതിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന സോഴ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ് അല്ല എന്തൊക്കെ സോഴ്സസ് ആണ് വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റോഴ്സ് റിക്വസിഷൻ, വേജസ് ഷീറ്റ്, ക്യാഷ് ബുക്ക്, പർച്ചേസ് ഓർഡേഴ്സ് ആൻഡ് ഇൻവോയ്സസ്, ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ്സ് ആണ്. ബിഫോർ അലോക്കേറ്റിംഗ് ആൻഡ് അപ്പോർഷൻമെൻറ്റ് പ്രോസസ് സ്റ്റാർട്ട്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആസ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. അതായത് നമ്മൾ അലോക്കേഷന് മുന്നേ തന്നെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർ ഹെഡ് എക്സ്പെൻസസ്. ഓവർ ഹെഡ് എക്സ്പെൻസസിനെ ഡിപ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുമ്പം ക്രിയേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദ ഫേം. ഓരോ ഫേമിലും പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ തരംതിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഓവർ ഹെഡ് എക്സ്പെൻസസിനെ കൺവീനിയൻ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ വരുന്നത്. നമ്മൾ അതിൽ പറയുന്നത് മെക്കനൈസിങ് വരുന്നുണ്ട്, പേഴ്സണൽ, അസംബ്ലിങ്, മെയിൻ്റനൻസ്, പവർ,
ഓക്കെ, പവർ ടൂൾ റൂം, സ്റ്റോഴ്സ്, അക്കൗണ്ട്സ്, ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് കോസ്റ്റ് ഐറ്റംസ് ആർ ചാർജ് ഡയറക്ട്ലി ടു കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു പ്രോസസ്സാണ്. അതിലൂടെ നമ്മൾ ഓരോ കോസ്റ്റ് ഐറ്റത്തിനെയും നമ്മളത് ഡയറക്റ്റായിട്ട് ആ കോസ്റ്റ് യൂണിറ്റിലേക്ക് ചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്റേഴ്സിലേക്ക് ചാർജ് ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജസ്, ഇറ്റ് ക്യാൻ ബി അലോക്കേറ്റഡ് ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ ടോട്ടാലിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അത് നമ്മൾ മെഷീൻ റൂംസിലേക്കാണ്, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെങ്കിലും സെയിൽസിലേക്കാണെങ്കിലും ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, എല്ലാ ഏരിയാസിലും നമുക്ക് അവിടെ ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, അലോക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഇവിടെയാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്ന. ഒരു ഡിപ്പാർട്ട്മെൻറ്റലൈസേഷനെ നമ്മൾ എന്ത് ചെയ്തു, തരംതിരിക്കുകയാണ്. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ, അങ്ങനെ പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു ബേസിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇലക്ട്രിസിറ്റി ചാർജസിനെ അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആ കോസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്ററിനെ ബേസ് ചെയ്തിട്ട്. അതാണ് അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്ന അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡാണ്. ഇവിടെ പറയുന്നത് വെൻ എവർ പോസിബിൾ ദ ഓവർ ഹെഡ്സ് ആർ ടു ബി അലോക്കേറ്റഡ്. ഹവെവർ ഇഫ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ചാർജ് ദ ഓവർ ഹെഡ് ടു ദ പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്, ദേ ക്യാൻ ബി അപ്പോർഷൻഡ് ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് ഇവിടെ നമുക്ക് പല കോസ്റ്റുകളും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ കോസ്റ്റ് സെൻറ്റർ വൈസ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചില സമയത്ത് എല്ലാ കോസ്റ്റുകളും നമുക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സെൻറ്റർ വൈസ് ആയിട്ടോ അലോക്കേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ പറ്റാത്ത ആയിട്ടുള്ള കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അപ്പോർഷൻ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അപ്പോർഷൻ ചെയ്യുമ്പം അതിന് സെർട്ടൻ ബേസിസിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്യാറുള്ളത്. അതിനെക്കുറിച്ച് എക്സാമ്പിൾസ് നമുക്കിവിടെ പറയാം. ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ ലൈറ്റ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ മെഷീൻ അവേഴ്സ്, അതുപോലെ തന്നെ റെൻറ്റ് റിപ്പയർ ഓഫ് ബിൽഡിംഗ് വരുമ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് ആൻഡ് റിപ്പയേഴ്സൊക്കെ വരുമ്പോൾ എത്ര ഫ്ലോർ ഏരിയ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അത് നോക്കുക. അതുപോലെ ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി, അത് വാല്യൂ ഓഫ് മെഷീൻസിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ കണക്കാക്കുന്നുണ്ടാവുക. പവർ ആണെങ്കിൽ ഹോഴ്സ് പവർ വെച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുപോലെ എംപ്ലോയീസിൻ്റെ ഇൻഷുറൻസ് ആൻഡ് എക്സ്പെൻസസ്, അതുപോലെ ക്യാൻറ്റീൻ എക്സ്പെൻസസ്, ഇതൊക്കെ നമ്പർ ഓഫ് എംപ്ലോയീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെയാണ് നമ്മളതിൻ്റെ അപ്പോർഷൻമെൻറ്റ് നടത്തുന്നത്. ഓക്കെ, ദെൻ ഇവിടെ പറയുന്ന നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡിനെ അപ്പോർഷൻമെൻറ്റ് കാണിക്കുന്ന അല്ലെങ്കിൽ ഓവർഹെഡിനെ ഡിവൈഡ് ചെയ്ത് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പം പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് ഈസ് കോൾഡ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ക്ലിയർ ആയിന്ന് കരുതുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അപ്പോർഷൻമെൻറ്റ് എന്താ എന്ന് നമ്മൾ പറഞ്ഞു അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് തരുന്ന ക്രൈറ്റീരിയ. അപ്പോൾ എല്ലാ കോസ്റ്റുകളും കോസ്റ്റ് സെൻറ്റേഴ്സോ കോസ്റ്റ് യൂണിറ്റോ വെച്ച് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ പറ്റാതെയാവുന്ന കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സെർട്ടൻ ബേസിസിൽ അപ്പോർഷൻ ചെയ്യുന്നത്, അതായത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് പറഞ്ഞത് ഇലക്ട്രിസിറ്റി. അതിൽ ഓരോ ഇപ്പം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഏരിയയുടെ ഉള്ളിൽ എത്ര ലൈറ്റ് പോയിൻറ്റ്സ് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ ഇലക്ട്രിസിറ്റി ചാർജസ് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഡിപ്രീസിയേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിപ്പയേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ മെഷീനറീസിൻ്റെയും വാല്യൂ എന്താണ് അതിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഓരോ ബേസ് വെച്ച് നമുക്ക് മൊത്തത്തിൽ ഓരോ കോസ്റ്റ് സെൻറ്റേഴ്സിലേക്കോ കോസ്റ്റ് യൂണിറ്റിലേക്കോ അപ്പോർഷൻ ചെയ്യാൻ പറ്റാതെയായിട്ടുള്ള കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് സെർട്ടൻ യൂണിറ്റ്സ്, അതായത് ബേസ് വെച്ചിട്ട് അതിൻ്റെ ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യുന്നത്. ഇനി റീ അപ്പോർഷൻമെൻറ്റ് ആ പേരിൽ തന്നെ ഉണ്ട്. അപ്പോർഷൻ ചെയ്തതിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, റീ അപ്പോർഷൻ ചെയ്യുന്നു. അതിൽ നമ്മൾ പറഞ്ഞു ആദ്യം അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുമ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബേസിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുമ്പം ബ്രോഡ്ലി നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും. ഇപ്പോൾ റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുന്നുണ്ടായിരിക്കും.
അതിനുശേഷം ദ ഓവർ ഹെഡ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ്, അതായത് എത്രയാണോ അവർക്ക് വന്ന എക്സ്പെൻസസ്, അത് നമ്മൾ വീണ്ടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർ പ്രൊവൈഡ് ചെയ്ത സർവീസസിനെ ബേസ് ചെയ്തുകൊണ്ട് വീണ്ടും അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, അതായത് നമ്മൾ സെർട്ടിൻ ബേസിസിൽ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും. അതായത് മെയിനായിട്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടുമാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിലാദ്യം നമുക്ക് വന്ന കോസ്റ്റിനെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നു, അതായത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രൊഡക്ഷന് നടക്കുന്നില്ല, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പെൻസസ് എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻ ബിറ്റ്വീൻ വീണ്ടും അതിനെ റീ അപ്പോർഷൻ, അതായത് വീണ്ടും അപ്പോർഷൻ ചെയ്യുന്നതിനെയാണ് ഈ റീ അപ്പോർഷൻ എന്ന് പറയുന്നത്, വീണ്ടും അപ്പോർഷൻ ചെയ്തു കൊടുക്കുന്നു. അതിനെ പറയുന്ന വേറൊരു പേര് കൂടിയാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഓഫ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. മെത്തേഡ് ഓഫ് റീഡിസ്ട്രിബ്യൂഷനാണ് പറയുന്നത്. റീ അപ്പോർഷൻമെൻറ്റിൻ്റെ അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത് മെയിൻലി 3 മെത്തേഡ്സ് ആണുള്ളത്. ഡയറക്റ്റ് മെത്തേഡുണ്ട്, അതുപോലെ തന്നെ നോൺ റെസിപ്രോക്കൽ ബേസിസ്, അതായത് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്, സ്റ്റെപ്പ് ഡൗൺ മെത്തേഡ് എന്നൊക്കെയും പറയാം. സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്, സ്റ്റെപ്പ് ഡൗൺ മെത്തേഡ്, റെസിപ്രോക്കൽ സർവീസസ്, ഇങ്ങനെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിനുശേഷം റെസിപ്രോക്കൽ സർവീസസിനെ അഗെയിൻ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. അപ്പോൾ ആദ്യം പറയാം, മെത്തേഡ് ഓഫ് റീ അപ്പോർഷൻമെൻറ്റിന് മെയിൻലി 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഡയറക്റ്റ്, സ്റ്റെപ്പ് ഡൗൺ അല്ലെങ്കിൽ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്, റെസിപ്രോക്കൽ സർവീസസ്. ഈ റെസിപ്രോക്കൽ സർവീസസിനെ അഗെയിൻ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ, ട്രയൽ ആൻഡ് എറർ, സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പം ഈ ഒരു മെത്തേഡിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ആർ ഡയറക്റ്റ്ലി അപ്പോർഷൻഡ് ടു, അതായത് ഡയറക്റ്റായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് ഡയറക്റ്റായിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുകയാണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമായിട്ട് അപ്പോർഷൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ ഡസ് നോട്ട് കൺസിഡർ ദ സർവീസ് റെൻഡേർഡ് ബൈ വൺ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്ന ഇത്ര മാത്രം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് നമ്മൾ ഡയറക്റ്റായിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്തു, അതായത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് നമ്മളങ്ങനെ പറയുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് വൺ നോൺ റെസിപ്രോക്കൽ ബേസിസ് ആണ്, അതായത് സ്റ്റെപ്പ് ലാഡർ മെത്തേഡാണ്. ഈ മെത്തേഡിൽ നമ്മൾ പറയുന്നത്, ഇത് ഉപയോഗിക്കുന്നത് പല സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഒരുപാട് ഒന്നിൽ കൂടുതൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ഇൻഡിപെൻഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളിടത്താണ് നമ്മൾ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ്സ് ഇറ്റ്സ് services to other departments but does not receive any services from that service department. അതായത് ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ സർവീസസ് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അവർ വേറെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, സർവീസസ് റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതിനെയാണ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് റെസിപ്രോക്കൽ സർവീസ് മെത്തേഡാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് പല സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സും സർവീസസ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇൻ അഡീഷൻ ടു റെൻഡറിങ് സോഴ്സസ്, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമല്ലാതെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലും സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കേസസിൽ വേരിയസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അവരുടെ ഓവർ ഹെഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും, അവരുടെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അതിനെയാണ് റെസിപ്രോക്കൽ സർവീസ് മെത്തേഡ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നമ്മൾ മെത്തേഡ് ഓഫ് റെസിപ്രോക്കൽ സർവീസ് മെത്തേഡാണ് നോക്കുന്നത്, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് റെസിപ്രോക്കൽ സർവീസസ്. അതിൽ നമ്മൾ പറഞ്ഞു മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, അതുപോലെ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അതിൽ ആദ്യം വരുന്നത് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡാണ്. ഒരു ആൽജിബ്രിക് മെത്തേഡാണ്. അതിൽ നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഒരു ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് എമൗണ്ട് ഓഫ്, അതായത് ഓവർ ഹെഡ് എക്സ്പെൻസസ് ഓഫ് ഈച്ച് ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എമൗണ്ട് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ ടോട്ടൽ എക്സ്പെൻസസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഡയറക്റ്റ്ലി ട്രാൻസ്ഫേർഡ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും. അതാണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡിൽ പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു ആൽജിബ്രിക് മെത്തേഡാണ്. അതിൽ സൈമൾട്ടേനിയസ് ഇക്വേഷൻ ഫോം ചെയ്തുകൊണ്ട് ആ എമൗണ്ട് ഓഫ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിനെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നുണ്ടായിരിക്കും. The total expenses thus obtained are then directly transferred. അതിലൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പെൻസസ് നമ്മൾ ഡയറക്റ്റ്ലി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. അതിനെയാണ് നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ഈ മെത്തേഡിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് അപ്പോർഷൻഡ് ടു അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി. അതായത് ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസസ് നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നത് നെക്സ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും അറ്റ് എ ഗിവൺ പെർസെൻറ്റേജ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത്ര പെർസെൻറ്റേജ് ആ പെർസെൻറ്റേജിൽ. ദെൻ ദ കോസ്റ്റ് ഓഫ് സെക്കൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് അപ്പോർഷൻ ബാക്ക്. വീണ്ടും നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റിനെ സെക്കൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്കൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്യുന്നുണ്ടായിരിക്കും, തിരിച്ച് അപ്പോർഷൻ ചെയ്യുന്നുണ്ടായിരിക്കും ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അതായത് നമ്മളുടെ ആ കോസ്റ്റ് എന്ന് പറയുന്നത് നില്ലായിട്ടോ അല്ലെങ്കിൽ സീറോ അല്ലെങ്കിൽ നെഗറ്റീവ്, നമുക്ക് അപ്പോർഷൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്മോൾ എമൗണ്ട്സ് ആയിട്ട് മാറുന്നവരെയും നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്നുകൂടി പറയാം. അതായത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സർവീസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ കോസ്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ടാകും ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതൊന്നും കൂടി ക്ലാരിറ്റി കിട്ടും. പെർസെൻറ്റേജ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജ് പ്രകാരം ഇവർ ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്കൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്ര പെർസെൻറ്റേജ് സർവീസസ് പ്രൊവൈഡ് ചെയ്തു അതിൻ്റെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ സെക്കൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പെർസെൻറ്റേജ് ഉണ്ടാകും. അതിൽ അവരുടെ കോസ്റ്റ് വീണ്ടും ഇങ്ങോട്ട് അപ്പോർഷൻ ചെയ്യും. വീണ്ടും ഈ ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടൽ കോസ്റ്റ് വീണ്ടും സെക്കൻഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത്രയും പെർസെൻറ്റേജ് അപ്പോർഷൻ ചെയ്യും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോർഷൻ ചെയ്തിട്ട് ആ കോസ്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിട്ട് വരും. അതായത് 2, 3 അങ്ങനെയുള്ള ഒരു ഒറ്റ സംഖ്യയിലേക്ക് വരികയോ അല്ലെങ്കിൽ 0 വരികയോ അല്ലെങ്കിൽ അത് നികന്ന്, അതായത് 0 ആയി മാറുകയോ അല്ലെങ്കിൽ നമുക്ക് അപ്പോർഷൻ ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് മാറുകയോ ചെയ്യുന്നവരെ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്ന റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. ഈ മെത്തേഡിൽ സർവീസസ് റെൻഡേർഡ് ബൈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ qualified in the form of percentage. The service department's costs are apportioned to the production departments on the basis of this percentage. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പെർസെൻറ്റേജ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും എത്ര പെർസെൻറ്റേജ് വെച്ച് സർവീസസ് പ്രൊവൈഡ് ചെയ്തു എന്ന് തന്നിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നു, ബാക്കി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അവർ സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും നമ്മളത് ആ പെർസെൻറ്റേജ് വെച്ചിട്ട് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ബേസിസിലാണ് അപ്പോർഷൻമെൻറ്റ് നടക്കുന്നത്. ഓക്കെ, ദെൻ അതിന് പറഞ്ഞു പ്രോസസ്സ് എന്ന് പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ആ ഫിഗേഴ്സ് നെഗറ്റീവ് ആവുന്നവരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് മാത്രമാണ് ചെയ്തിട്ടുണ്ടാകുന്നത്. ഇവിടെയും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ, പക്ഷേ അലോക്കേഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അൺടിൽ ഇറ്റ് ബിക്കംസ് നെഗറ്റീവ് ഫിഗേഴ്സ് ഓർ 0. ദെൻ നെക്സ്റ്റ് പറയുന്നത് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് ആണ്. അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അബ്സോർബിങ് ഓൾ ഓവർ ഹെഡ് കോസ്റ്റ് അലോക്കേറ്റഡ് ഓർ അപ്പോർഷൻഡ് ഓവർ എ പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഓർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ് ഓഫ് അബ്സോർബിങ് എല്ലാ ഓവർ ഹെഡ്സും അബ്സോർബ് ചെയ്യുന്ന കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്യുക ഒരു പെർട്ടിക്കുലർ
പ്രൊഡക്ഷൻ കോസ്റ്റ് പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്, അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡിനെ നമുക്ക് റിക്കവറി ഓഫ് ഓവർ ഹെഡ് എന്ന് വേണമെങ്കിലും പറയാം. ഇപ്പോൾ ടൈപ്സ് ഓഫ് ഓവർ ഹെഡ് റേറ്റ്സ് ആണ് പറയുന്നത്. ഇവിടെ ആക്ച്വൽ ഓവർ ഹെഡ് റേറ്റ് ഉണ്ട്, പ്രീ ഡിറ്റർമിൻഡ് ഓവർ ഹെഡ് റേറ്റ് ഉണ്ട്, സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ് ഉണ്ട്, സെപ്പറേറ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ റേറ്റ്. ഇങ്ങനെ 4 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ടൈപ്സ് ഓഫ് ഓവർ ഹെഡ് റേറ്റ്സ് ആണ് പറയുന്നത്. ആക്ച്വൽ ഓവർ ഹെഡ് റേറ്റ്സ്, പ്രീ ഡിറ്റർമിൻഡ് ഓവർ ഹെഡ് റേറ്റ്, സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ്, സെപ്പറേറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ റേറ്റ്. ആക്ച്വൽ ഓവർ ഹെഡ് റേറ്റ് എന്ന് പറയുമ്പം ദ റേറ്റ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ്, അതായത് ആക്ച്വൽ ഓവർ ഹെഡിനെ ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വാല്യൂഡ് ബേസിസിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ ആക്ച്വൽ ഓവർ ഹെഡ് റേറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ആക്ച്വൽ ഓവർ ഹെഡ് റേറ്റ് എന്ന് പറയുമ്പം അവിടെ ആക്ച്വൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ ബേസ്, അതിനെയാണ് നമ്മൾ ആക്ച്വൽ ഓവർ ഹെഡ് റേറ്റ് എന്ന് പറയുന്നത്. പ്രീ ഡിറ്റർമിൻഡ് ഓവർ ഹെഡ് റേറ്റ് എന്ന് പറയുമ്പം ദ റേറ്റ് ഒബ്റ്റെയിൻഡ് ബൈ, ആ റേറ്റ് കിട്ടുന്നത് പ്രീ ഡിറ്റർമിൻഡ് അല്ലെങ്കിൽ ബഡ്ജറ്റഡ് ഓവർ ഹെഡ് എക്സ്പെൻസസിനെ അതിൻ്റെ ബഡ്ജറ്റഡ് ബേസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് ഓവർ ഹെഡ് റേറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റഡ് ഓവർ ഹെഡ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ വെൻ എ സിംഗിൾ ഓവർ ഹെഡ് റേറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ഫോർ ദ ഫാക്ടറി ആസ് എ ഹോൾ, ഒരു ഫാക്ടറിയിലേക്ക് വരുന്ന മൊത്തം എക്സ്പെൻസസിനെ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സിംഗിൾ ഓവർ ഹെഡ് റേറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ സിംഗിൾ റേറ്റ് എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓർ സെപ്പറേറ്റ് റേറ്റ് ആണ് പറയുന്നത്. വെൻ ഡിഫറെൻറ്റ് റേറ്റ് ആർ കാൽക്കുലേറ്റഡ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും സെപ്പറേറ്റ് റേറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മെത്തേഡ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് ആണ്. മെത്തേഡ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് ആണ് പറയുന്നത്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് മെത്തേഡ്, പ്രൈം കോസ്റ്റ് മെത്തേഡ്, ഡയറക്റ്റ് ലേബർ അവർ, മെഷീൻ അവർ റേറ്റ്, ഡ്യുവൽ അവർ റേറ്റ്, ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ആണ് മെത്തേഡ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്സിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് പറഞ്ഞ പ്രൊഡക്ഷൻ കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു. ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഹെഡ്സിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്. നമ്മൾ എത്രയാണോ പ്രൊഡക്ഷൻ നടത്തിയിരിക്കുന്നത്, നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ബേസിസിലാണ് നമ്മളതിനെ അബ്സോർബ് ചെയ്യുന്നത്. ദ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അവിടെ പറയുന്നുണ്ട്. ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്, അത് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് മെത്തേഡ് കിട്ടും. നെക്സ്റ്റ് പറയുന്ന പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡാണ്. ഇതിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. മാനുഫാക്ചറിങ് ഓഫ് പ്രോഡക്റ്റ് ഈസ് യൂസ്ഡ് ആസ് ബേസ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർ ഹെഡിൻ്റെ ബേസ് ഓഫ് അബ്സോർപ്ഷൻ ആയിട്ട് നമ്മൾ എത്ര മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ അവേഴ്സ് ആണ്, അതായത് വേജസ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ മെത്തേഡ് പ്രകാരം ഡയറക്റ്റ് വേജസിന് നമ്മൾ എടുക്കുന്നത്, ഡയറക്റ്റ് വേജസിനെയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓഫ് ദ അബ്സോർപ്ഷൻ റേറ്റ്. ഓക്കെ, അപ്പോൾ എത്ര അബ്സോർപ്ഷൻ റേറ്റ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓവർ ഹെഡ്സ് ആർ ചാർജ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ് എത്രയാണോ ഇൻകർ ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റിനെയും അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മളിവിടെ ഓവർ ഹെഡ്സിനെ എടുക്കുന്നുണ്ടാവുക. അതാണ് പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ പറയുന്ന പെർസെൻറ്റേജ് ഓഫ് പ്രൈം കോസ്റ്റ് മെത്തേഡാണ്. ഈ മെത്തേഡിൽ പ്രൈം കോസ്റ്റിനെയാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു അബ്സോർപ്ഷൻ ടു ഓവർ ഹെഡ് എത്രയാണെന്നുള്ളത് പ്രൈം കോസ്റ്റിനെ ബേസായി എടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഡയറക്റ്റ് വേജസും രണ്ടും കൂടി ആഡപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് മെത്തേഡാണ്. ഇതിൽ ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് മെത്തേഡാണ്. ഈ മെത്തേഡിൽ ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്റ്റ് ലേബർ അവേഴ്സ് വർക്ക്ഡ്. ഓരോ ലേബർ അവേഴ്സ് വർക്ക് ചെയ്തത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഓവർ ഹെഡ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. അതിന് നമ്മൾ ഓവർ ഹെഡിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡയറക്റ്റ് ലേബർ അവേഴ്സ് വർക്ക് ചെയ്തത് എത്രയാണെന്നുള്ളത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡയറക്റ്റ് ലേബർ അവേഴ്സ് റേറ്റ് മെത്തേഡ്. ഇനി പറയുന്ന മെഷീൻ അവർ റേറ്റ് മെത്തേഡാണ്. ഈ മെത്തേഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്
certain factors where machines are ഇമ്പോർട്ടൻ്റ് എവിടെയാണോ നമുക്ക് മെഷീൻസിന് ഇമ്പോർട്ടൻസ് മാനുവലിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് മെഷീൻസിന് കൊടുക്കുന്നത് അവിടെയാണ് നമ്മളിവിടെ മെഷീൻ അവർ റേറ്റ് മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഈ മെത്തേഡിൽ ഓവർ ഹെഡ്സിനെ ചാർജ് ചെയ്തിരിക്കുന്നത് പ്രൊഡക്ഷനിലേക്കാണ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെഷീൻ അവേഴ്സ്. ഓരോ ജോബിലും നമ്മൾ എത്ര മെഷീൻ അവേഴ്സ് സ്പെൻഡ് ചെയ്തു എന്നുള്ളതിൻ്റെ ബേസിസിലായിരിക്കും അവിടെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. മെഷീൻ അവർ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദ കോസ്റ്റ് ഓഫ് റണ്ണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ മെഷീൻ പെർ അവർ. ഒരു മണിക്കൂറിൽ നമ്മൾ എത്രത്തോളം അവിടെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റൺ ചെയ്യുന്ന അതിനാവശ്യമായിട്ടുള്ള ചിലവ് എത്ര വരുന്നുണ്ട് അതിനെയാണ് നമ്മൾ മെഷീൻ അവർ റേറ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഒരു സെപ്പറേറ്റ് മെഷീൻ അവർ കാൽക്കുലേറ്റ് ഓരോ മെഷീൻസിനും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ മെഷീൻ അവർ റേറ്റ് എന്ന് പറയുമ്പം 3 മെത്തേഡ്സാണ് അവിടെ കോമൺലി യൂസ് ചെയ്യുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് സിംഗിൾ ഓർ ഓർഡിനറി മെഷീൻ അവർ റേറ്റ് മെത്തേഡാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോമ്പോസിറ്റ് അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് മെഷീൻ അവർ റേറ്റ് മെത്തേഡാണ്. തേർഡ് വൺ ഗ്രൂപ്പ് മെഷീൻ അവർ റേറ്റ് മെത്തേഡാണ്. ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് നടക്കുന്നത്. അതിൽ സിമ്പിൾ ഓർ ഓർഡിനറി മെഷീൻ അവർ റേറ്റ് എന്ന് പറയുമ്പം ഇവിടെ മെഷീൻ അവർ റേറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് വേജസ്. നമ്മൾ വേജസിനെ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. In this case only indirect expenses directly relating to running. ഒരു മെഷീൻ റൺ ചെയ്യാനായിട്ടുള്ള ഇൻഡയറക്ട്ലി എത്ര എക്സ്പെൻസസ് വരുന്നുണ്ട് അതിനെ മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. വേജസിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് സിമ്പിൾ അല്ലെങ്കിൽ ഓർഡിനറി മെഷീൻ അവർ റേറ്റിൽ പറയുന്നത്. കോമ്പോസിറ്റ് ഓർ കോംപ്രഹെൻസീവ് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുമ്പം ഈ മെഷീൻ അവർ റേറ്റ് ഒരിക്കലും കൺസിഡറേഷൻ ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. Thus in a comprehensive mission hour rate, factory overhead and direct wages are absorbed in a സിംഗിൾ റേറ്റ്. അവിടെ ഫാക്ടറി ഓവർ ഹെഡും ഡയറക്റ്റ് വേജസും അബ്സോർബ് ചെയ്യുന്നത് സിംഗിൾ റേറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ കൺസിഡറേഷൻ ബോത്ത് ഡയറക്റ്റ് expenses and indirect expenses. Thus in a comprehensive mission hour rate, comprehensive mission hour rate la factory overhead and direct wages are absorbed in a single rate. ആ സിംഗിൾ റേറ്റിലായിരിക്കും അതിനെ അബ്സോർബ് ചെയ്യുന്നുണ്ടാവുക. ഗ്രൂപ്പ് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുമ്പം വേർ ഓവർ ഹെഡ് റേറ്റ് ഇസ് ഡിറ്റർമിൻഡ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് മെഷീൻസ്. ഇപ്പോൾ നമ്മളിവിടെ പല മെഷീൻസും ഗ്രൂപ്പായിട്ടായിരിക്കും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ഗ്രൂപ്പ് മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഒരു മെഷീനായിട്ട് അവിടെ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല, ഒരു സെറ്റ് ഓഫ് മെഷീൻസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെഷീൻസ് ആയിട്ടായിരിക്കും നമ്മളതിനെ പ്രവർത്തിപ്പിക്കുന്നുണ്ടാവുക. ഒരു ഗ്രൂപ്പ് ഓഫ് മെഷീൻസ് വർക്ക് ചെയ്താലേ നമുക്കത് അവിടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഗ്രൂപ്പ് മെഷീൻ അവർ റേറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വേർ ഓവർ ഹെഡ് റേറ്റ് ഇസ് ഡിറ്റർമിൻഡ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് മെഷീൻസ്. അതിനെയാണ് ഗ്രൂപ്പ് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഡ്യുവൽ അവർ റേറ്റ് മെത്തേഡാണ്. ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് മാനുവൽ ലേബേഴ്സും മെഷീൻ അവേഴ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ്. ഇവിടെ നമ്മൾ ഈ ഒരു കേസ് ഓഫ് ഓവർ ഹെഡ്സ് ക്ലാസിഫൈ ചെയ്യുന്ന രണ്ടായിട്ടാണ്. ഓവർ ഹെഡ് റിലേറ്റഡ് ടു മാനുവൽ ലേബേഴ്സും ഓവർ ഹെഡ് റിലേറ്റഡ് ടു മെഷീൻസും. ഓക്കെ, the overhead related to machines are absorbed on the basis of, okay, മെഷീനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓവർഹെഡ്സിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെഷീൻ അവറിൻ്റെ ബേസിസിലും, അതുപോലെ മാനുവൽ ലേബേഴ്സിൻ്റെ ഓവർഹെഡ്സിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലേബർ അവർ റേറ്റിലുമായിരിക്കും. അത് രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മളിവിടെ ഡ്യുവൽ അവർ റേറ്റ് മെത്തേഡ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ അബ്സോർപ്ഷൻ ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആണ്. ഇതിൽ നമ്മൾ സം ടോട്ടൽ ഓഫ് ഓൾ എക്സ്പെൻസസ് ഇൻകേർഡ് ഫ്രം ദ പോയിൻ്റ് ഓഫ് സെക്കൻഡറി പാക്കിങ്ങിൽ വരുന്ന ആ ടോട്ടൽ എക്സ്പെൻസസ് എന്താ, എല്ലാ എക്സ്പെൻസസും നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് എൻഡിങ് വിത്ത് മേക്കിംഗ് റീകണ്ടീഷണൽ റിട്ടേൺഡ് എംപ്റ്റി പാക്കേജസ് റെഡി ടു റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റെഡിയാക്കി വയ്ക്കുന്ന കണ്ടീഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ റിട്ടേൺഡ് എംപ്റ്റി പാക്കേജസ് ആക്കി വയ്ക്കുന്നു. ഓക്കെ, ആ ഒരു പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഓൾ എക്സ്പെൻസസ് ഇൻകേർഡ് ഫ്രം ദ പോയിൻ്റ് ഓഫ് സെക്കൻഡറി. അതായത് നമ്മൾ പറഞ്ഞു എല്ലാ എക്സ്പെൻസസും, അതായത് സെക്കൻഡറി പാക്കിംഗ് ആൻഡ് തൊട്ട് എൻഡിങ് വിത്ത് മേക്കിംഗ് ദ റീകണ്ടീഷണൽ അല്ലെങ്കിൽ റീറ്റെയിൻഡ് എംപ്റ്റി,
ആ എം ടി പാക്കറ്റ്സ് റീറ്റെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്ന, റീയൂസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുള്ള റീറ്റെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന മെത്തേഡ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആണ്. അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന റേറ്റ് പെർ ആർട്ടിക്കിൾ, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ക്യാഷ് കളക്റ്റഡ്. ഇത്രയുമായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു മെത്തേഡ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസിനെയാണ് പറയുന്നത്. ഒന്നുകിൽ നമ്മളതിനെ റേറ്റ് പെർ ആർട്ടിക്കിളായിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ആയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് ആയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ക്യാഷ് കളക്റ്റഡ് ആയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കാൽക്കുലേഷൻസ് നടത്താനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് പറയുന്നത് അണ്ടർ ആൻഡ് ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്സ് ആണ് പറയുന്നത്. അണ്ടർ അബ്സോർപ്ഷൻ മീൻസ് ദാറ്റ് ദ ഓവർ ഹെഡ്സ് അബ്സോർബ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ. ഓക്കെ, അതായത് ഈ ഒരു മെത്തേഡിൽ നമ്മൾ പറയുന്നത് ഓവർ ഹെഡ് അബ്സോർബ് ചെയ്തിരിക്കുന്ന ഇൻ ദ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ ഓവർ ഹെഡ്സിനെക്കാട്ടിലും കുറവാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അണ്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പം ദാറ്റ് ഓവർ ഹെഡ് അബ്സോർബ്ഡ് ഇൻ ദ പ്രൊഡക്ഷനിൽ നമ്മൾ ഓവർ ഹെഡ് അബ്സോർബ് ചെയ്തിരിക്കുന്നത് ആക്ച്വൽ ഓവർ ഹെഡ്സിനെക്കാട്ടിലും കുറവാണെങ്കിൽ അതിനെയാണ് അണ്ടർ അബ്സോർപ്ഷൻ പറയുന്നത്. ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ അതിന് നേരെ റിവേഴ്സാണ് വരുന്നത്. എപ്പോഴാണോ നമ്മളുടെ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് അലോക്കേറ്റ് അപ്പോർഷൻ ചെയ്തിരിക്കുന്ന പ്രൊഡക്ഷനിലേക്ക് ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഓവർ ഹെഡ് അബ്സോർബ്ഡ് ഇൻ ദ പ്രൊഡക്ഷനിലേക്ക് അബ്സോർബ് ചെയ്തിട്ടുള്ള ഓവർ ഹെഡ് ആക്ച്വൽ ഓവർ ഹെഡ്സിനെക്കാട്ടിലും കൂടുന്നത്, ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മളതിനെ ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഓവർ ഹെഡ്സിൽ വരുന്ന തിയറീസ്. താങ്ക് യു ടു ഓൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ക്ലാരിഫൈ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.